നമസ്കാരം. 2014 തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേട് നടത്തിയാണ് നരേന്ദ്രമോദിയും ബിജെപിയും വിജയിച്ചത് എന്ന ആരോപണം ആദ്യ കേൾവിയിൽ അവിശ്വസനീയതയാണ് ഉണ്ടാക്കുക. മോദിക്കും ബിജെപിക്കും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ രാഷ്ട്രീയമായി മനസ്സിലാക്കിയിരിക്കുന്നത്. അതൊരു സ്വാഭാവികമായ ജനവിധിയായിരുന്നു ആ അർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ആരോപണം കോൺഗ്രസ് പോലും പൂർണ്ണമായി ഏറ്റെടുക്കുന്നതായി കാണുന്നുമില്ല. പക്ഷേ ആ ആരോപണം ഉന്നയിക്കപ്പെട്ട പരിപാടിയിൽ കപിൽ സിബൽ പങ്കെടുത്തിരുന്നു എന്നത് ഇപ്പോൾ തന്നെ ബിജെപിയുടെ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. രാഹുൽ സോണിയാഗാന്ധിമാർ തന്നെയാണ് സയ്യിദ് ഷൂജയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നാണ് ബിജെപിയുടെ ആക്ഷേപം. ക്രമക്കേട് ആരോപണം ശരിയോ തെറ്റോ ആകട്ടെ, രാജ്യത്ത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് ഇത് കാരണമായിട്ടുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയവുമാകും എന്നതും ഉറപ്പാണ്. ഈ വിഷയത്തിലാണ് ഇന്നത്തെ ചർച്ച. എന്താണ് നടക്കുന്നത്, ആരാണ് പിന്നിൽ, ആർക്കാണ് ഇത് ക്ഷീണമുണ്ടാക്കുക? സ്വാഗതം. പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായുള്ള ചോദ്യം ഞങ്ങളുടേത് ഇതാണ്. 2014 EVM തിരിമറി നടന്നുവെന്ന ആരോപണം വിശ്വസനീയമോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ ചോദ്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അറിയിക്കാം. CPM നേതാവും MP-യുമായ ശ്രീ PK ബിജു തൃശൂർ സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാണ്. കോൺഗ്രസ് നേതാവ് ശ്രീ ടോം വടക്കൻ ഡൽഹി സ്റ്റുഡിയോയിലുണ്ട്. ഡൽഹിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ H ഗണേഷ്. അദ്ദേഹം ഈ സൈബർ മേഖലയിലെ വിദഗ്ധനും ആക്ടിവിസ്റ്റുമാണ്. അദ്ദേഹം എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുമുണ്ട്. ചർച്ചയിലേക്കും അതിഥികളിലേക്കും വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. CPM നേതാവ് MP ശ്രീ PK ബിജു തൃശൂർ സ്റ്റുഡിയോയിൽ, ശ്രീ ടോം വടക്കൻ കോൺഗ്രസ് നേതാവ് ഡൽഹിയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീ ഗണേഷ് H ഗണേഷ് അദ്ദേഹം എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുമുണ്ട്. ആദ്യം ശ്രീ PK ബിജു, ഇവിടെ 2014 തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന EVM ക്രമക്കേട് നടത്തിയെന്നത് വിശ്വസിക്കാവുന്ന കാര്യമാണോ? ഒന്ന്, രാഷ്ട്രീയമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് വിധിയാണ് അക്കാലത്തുണ്ടായത് എന്നത് ഏതാണ്ട് എല്ലാവരും, രാഷ്ട്രീയമായിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും സമ്മതിക്കുന്നതാണ്. 2 തവണത്തെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ഭരണത്തിന് ശേഷം അദ്ദേഹത്തിന് അനുകൂലമായ, ബിജെപിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം രാജ്യത്താകെ തന്നെയും ഉണ്ടായിരുന്നു. വോട്ട് സ്വാഭാവികമായിട്ട് വന്നു വീണതാണ്. ആ തെരഞ്ഞെടുപ്പ് വിധിയിൽ മറ്റു തരത്തിലുള്ള ക്രമക്കേടുകളൊന്നും ഒരു കാലത്തും ആളുകൾ സംശയിച്ചിരുന്നില്ല. ഇപ്പോൾ ഇത് ഒരു വോട്ട് യന്ത്രം ക്രമക്കേട് നടത്തിയാണ് അദ്ദേഹം വന്നത് എന്ന് പറയുന്നത് ആ നിലക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണോ? സനീഷ്, ഇവിടെ കാണേണ്ടത് സയ്യിദ് ഷൂജയുടെ അമേരിക്കൻ ഹാക്കറാണ് എന്ന് പറഞ്ഞ് ലണ്ടനിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനവും ലൈവ് ഡെമോൺസ്ട്രേഷനുമാണ് ഇന്ന് രാജ്യത്താകെ ഈ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കിയാൽ 2013 മുതൽ ആരംഭിച്ച ഒരു ഓപ്പറേഷനാണ് 2014 തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. 2013 കോൺഗ്രസ് ആണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അപ്പൊ 2014 ഈ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി അന്നത്തെ BJP നേതാവായ ഗോപിനാഥ് മുണ്ടയുമായി ആശയവിനിമയം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പുകൾ ക്രമക്കേട് നടത്തിയെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. അതുകൊണ്ട് 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, 2014 തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്ന് ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാമായിരുന്നു, ഇൻക്ലൂഡിംഗ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ട് കോൺഗ്രസ് ഇതുവരെ ഈ ഒരു കാര്യം നമ്മുടെ രാജ്യത്ത് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല? ഒരൊറ്റ നിമിഷം ശ്രീ PK ബിജു, ചെറിയ സാങ്കേതിക പ്രശ്നം. താങ്കൾ സംസാരിക്കുന്നത് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വരാത്തൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ PK ബിജു. ചെറിയ സാങ്കേതിക പ്രശ്നം, ഞാൻ വരാം. ശ്രീ ഗണേഷ്, ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വേറെയാണ്, അതിൻ്റെ ചർച്ചകളും വേറെയാണ്. പക്ഷേ EVM എന്നത്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്നത് ക്രമക്കേട് നടത്താവുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അത് തങ്ങൾക്ക് അനുകൂലമായിട്ട് മാത്രം വോട്ട് വരാവുന്ന നിലയിലേക്ക് അതിനെ അങ്ങനെ സംവിധാനപ്പെടുത്തി വെക്കാനാകുമെന്നത് എത്രത്തോളം വസ്തുതയാണ്? ഈ സയ്യിദ് ഷൂജയുടെ ഫുൾ ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ്. ഇതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റിയുള്ളൊരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം മുതൽ ഇതിനെപ്പറ്റി ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്ന് ഒരിക്കലും പറയില്ല, പോസിബിളാണ്. ഒരു 100% വരെ പോസിബിളാണ്. അതും സയ്യിദ് ഷൂജയെ പോലെ ഒരാൾ ECIL-ന്റെ അകത്ത് വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പോസിബിളാണ്. 2009 മുതൽ 2014 വരെ അദ്ദേഹം അവിടെ വർക്ക് ചെയ്തിരുന്നതാണ്. അവർക്കൊരു പ്രോജക്റ്റായിട്ടാണ് ഇതിൻ്റെ ബോർഡ് കൊടുത്തേക്കുന്നത്. അതുപോലെ പുതിയ ടെക്നോളജി ഒന്നുമല്ല, വളരെ ഓൾഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അവർക്കതൊരു പ്രോജക്റ്റായിട്ട് പഠിക്കാൻ കൊടുത്ത് 2014 മുന്നേ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്.
അപ്പോൾ അത് പോസിബിളാണ്. എല്ലാ രീതിയിൽ നോക്കുകയാണെങ്കിലും EVM മെഷീൻ, അതായത് ഒരു ഇലക്ട്രോണിക് മെഷീൻ, അതിൻ്റെ സോഫ്റ്റ്വെയർ ഓഡിറ്റബിൾ അല്ല, ഒരു രീതിയിലും ഓഡിറ്റബിൾ അല്ല. അത് ഉറപ്പായിട്ടും നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. അത് പക്ഷേ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടായത് കർക്കശമായുള്ള നിരീക്ഷണ സംവിധാനങ്ങൾക്കകത്താണ്. അതിനൊരു സംവിധാനം 2010 മുതൽ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചേർന്നാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരുന്നത്. ഈ ഷൂജയുടെ ആ ഒരു സംഘത്തിനകത്ത് ഇത് നിർമ്മിച്ച സംഘത്തിനകത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രക്ക് കർക്കശമായ നിരീക്ഷണ സംവിധാനങ്ങൾക്കകത്തുകൂടെ കടന്നു പോകുന്ന ഒരു കാര്യം രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ സംവിധാനം നടക്കുന്നതിൽ അത്രക്ക് എളുപ്പത്തിൽ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരൊറ്റ മനുഷ്യന് അങ്ങനെ തട്ടിപ്പ് നടത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കാനാവുന്നതാണോ? ഒറ്റ മനുഷ്യനായിരിക്കില്ല അത് ചെയ്തത്. പുള്ളിക്ക് ഒരു പ്രോജക്റ്റായിട്ട് കൊടുത്തിട്ട് അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്യും. അതിൽ ചിലപ്പോൾ ഈ ബോർഡാണെന്നേ കാണില്ല, ഒരു ഇലക്ട്രോണിക്സ് ബോർഡ് കൊടുത്തിട്ട് അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത് ഈ ഫ്രീക്വൻസിയിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും അദ്ദേഹത്തോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഒരു ടാസ്ക്. അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അതിൽ ഒരാളെ കൊണ്ട് എന്തായാലും പറ്റില്ല. ഒരു അനുബന്ധിച്ച് പ്രവർത്തിച്ചൊരു ശൃംഖല ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ പറ്റുള്ളൂ. ഇതിലിപ്പോൾ ഫ്ലാഷ് ചെയ്തേക്കുന്ന സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. ഇലക്ട്രോണിക് മെഷീനിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മളോട് ആദ്യം ടെസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്, ഈ വോട്ട് ഇവർക്ക് വീണു, ഈ വോട്ട് ഇവർക്ക് വീണു. പക്ഷേ അതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് വിളിച്ചാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഒരു അക്കാഡമിക് പ്രോജക്റ്റായിട്ടൊരു വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ ഒരു 3 പാർട്ടിയുടെ ഇത് കാണിച്ചിട്ട് എന്നോട് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ 3 എണ്ണം ക്ലിക്ക് ചെയ്തു, 3 ഇടത്തേക്ക് വോട്ട് വീണു, നമ്മളെല്ലാം കണ്ടു. പക്ഷേ അടുത്ത റീസ്റ്റാർട്ടിൽ ആ 3 വോട്ടും ഒരു പാർട്ടിക്ക് വീഴാനുള്ള പ്രോഗ്രാമും അതിൽ ചെയ്തു വയ്ക്കാൻ പറ്റും. ഇത് നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നതാണ്. അങ്ങനെയാണ് സയ്യിദ് ഷൂജ, അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന റിയൽ ടൈം വോട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് വീഴുന്ന തരത്തിൽ കാര്യങ്ങളെ സംവിധാനം ചെയ്തു വെച്ചു എന്നാണോ? നേരത്തെ പ്രോഗ്രാം ചെയ്തു വെച്ച് BJPക്ക് അനുകൂലമായിട്ട് വോട്ട് വീഴാൻ പാകത്തിന് സംവിധാനങ്ങളെ ഉണ്ടാക്കിയെന്നാണോ? അല്ല, റിയൽ ടൈമിൽ വോട്ട് വീഴുന്നത് ആ ഇലക്ഷൻ വോട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇത് നടന്നു എന്നാണോ? റിയൽ ടൈമിൽ എന്നതിൽ പറഞ്ഞിട്ടില്ല. അതിൽ ടാമ്പർ ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ്വെയർ ടാമ്പർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ ഏത് രീതിയിലും ആവാം. അത് മാത്രമല്ല അതിലെ ഫ്രീക്വൻസി മോഡുലേഷൻ്റെ കാര്യം പറഞ്ഞു. അതായത് വൈഫൈയോ ബ്ലൂടൂത്തോ ഡിവൈസ് അല്ല. കാരണം ഇത് ചെയ്ത സമയത്ത് ആ ടെക്നോളജിയിലോട്ട് പോയിട്ടില്ല. അതിൽ EVM മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്നതും വളരെ പഴക്കം ചെന്ന ചിപ്സെറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ഡിവൈസസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. ചില ചെറിയ ഡിവൈസസ് വെച്ച് അടുത്ത് നിന്നും അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലാതെ സോഫ്റ്റ്വെയറും ചെയ്യാൻ പറ്റും. ഈ അകത്ത് ഫ്ലാഷ് ചെയ്യുന്ന, അതായത് ഡിവൈസിൻ്റെ അകത്തേക്ക് ഫ്ലാഷ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഓഡിറ്റബിൾ, ആരാണ് ഓഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും അതിലെ വിഷയം. കാരണം ഒരു പബ്ലിക് ഏജൻസിയും അത് ഓഡിറ്റ് ചെയ്യുന്നില്ല. ഇന്റേണൽ ക്വാളിറ്റി ചെക്കുകൾ കാണുമായിരിക്കും, പക്ഷേ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഏജൻസിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബൈനറി തന്നിട്ട് ഒരു റിവേഴ്സ് എഞ്ചിനീയറിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ള കോഡാണോ എന്ന് പറയുന്നുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ഉറപ്പായ കാര്യം. ശ്രീ ഗണേഷ്, ഇവിടെ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ്, ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇവർ ഈ പറയുന്ന വർഷങ്ങളോളം നീണ്ടുനിന്ന രാജ്യത്തെ ജനാധിപത്യ പ്രോസസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നത് കണ്ട് അതിനുവേണ്ട സുരക്ഷാ സംവിധാനങ്ങൾക്കകത്തുണ്ടാക്കിയ ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ, ആ വോട്ടിംഗ് മെഷീനെ തങ്ങൾക്ക് അനുകൂലമായ നിലയിലേക്ക് ക്രമക്കേട് നടത്തണമെങ്കിൽ അത്ര തന്നെ ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വലിയ സ്ഥാപനങ്ങൾ മുടക്കി അത്ര തന്നെ സാങ്കേതിക വൈദഗ്ധ്യം മുടക്കേണ്ടതായി വരികയില്ലേ? അതിൻ്റെ ഡാറ്റ അടക്കമുള്ള കാര്യങ്ങൾ അത്രക്ക് കനത്ത തോതിൽ ആവശ്യമായി വരികയില്ലേ? അതിൻ്റെ സർവർ സംവിധാനങ്ങൾ ഇതിനെ അട്ടിമറിച്ചിടാൻ മാത്രം ശക്തമായിരിക്കേണ്ടതല്ലേ? അതൊക്കെ സാധ്യമാകുന്നതാണോ? സർവർ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ വിദേശത്ത് നടക്കുന്ന വോട്ടിങ്ങിലാണ് ഇന്റർനെറ്റ് വോട്ടിങ്ങും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ ഡിവൈസസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം സ്റ്റാൻഡ് ലോൺ ഡിവൈസസ് ആണ്. ഒരിക്കലും ഇത് നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് അല്ല. ഇന്റർനെറ്റ് വോട്ടിംഗ് ഇല്ല. അതായത് ആ ഡിവൈസ് വയ്ക്കുന്നു, അതിൽ നമ്മൾ വോട്ട് ചെയ്യുന്നു. അത് നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് സർവർ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആ ഡിവൈസിനകത്തുള്ള എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ തന്നെയായിരിക്കും. അതേപോലെ അതിൻ്റെ അകത്തുള്ള ഒരു ശൃംഖലയ്ക്ക് അത് മാറ്റാൻ എന്തായാലും പറ്റും. അപ്പോൾ പണം മുടക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കിട്ടാനും പ്രശ്നമില്ല. ഇപ്പോൾ ഒരു കമ്പനിയിൽ ആദ്യം നോക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണിക് സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അവരാദ്യം, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി സാധനം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരു പെനട്രേഷൻ ടെസ്റ്റേഴ്സ് എന്ന് പറയുന്നവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കും. അതിലെന്തൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവർ ആ ടെസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ആ ടെസ്റ്റേഴ്സിനെ അവർ നന്നായിട്ട് പേ ചെയ്യുകയും ചെയ്യും. അതേപോലത്തെ ഒരാൾക്ക്, ഇതിപ്പോൾ സയ്യിദ് സൗജയെ പോലെ വൈദഗ്ധ്യമുള്ള ഒരാൾക്ക് ഈ ബോർഡ് എടുത്തു കൊടുത്തിട്ട് അത് എന്തൊക്കെ ചെയ്യും എന്ന് പഠിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പുള്ളി അതിലെ കമ്പോണൻസ് പഠിച്ചു, അത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഈ വോട്ടിങ്ങിന് ഉള്ള രീതിക്ക് പറയുന്നവരെ അതിൽ പുള്ളി പറഞ്ഞേക്കുന്നത് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ 3 രീതിയിലുള്ള വിങ് ആയിട്ടാണ് പുള്ളി പറയുന്നത്. ഹൈദരാബാദിലുള്ള അവരുടെ സെൻറ്റർ വെച്ച് പറഞ്ഞേക്കുന്നത്. അതിൽ നിന്നാണ് ഇത് EVM മെഷീനാണ് എന്ന് മനസ്സിലാക്കി അവർ എടുത്തേക്കുന്നതായിട്ട് പറയുന്നത്. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. കോൺഗ്രസ് നേതാവ് ശ്രീ ടോം വടക്കൻ നമ്മോടൊപ്പം ഡൽഹിയിൽ എത്തിച്ചേർന്നുണ്ട്. ശ്രീ ടോം വടക്കൻ, ഇവിടെ 2014
നമ്മുടെ മുന്നിൽ കുറേ ചോദ്യങ്ങളുണ്ട്. കപിൽ സിബൽ എന്തിന് ആ പരിപാടിക്കകത്ത് പോയി? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് ഇത് ഏർപ്പാടാക്കിയത്. സയ്യിദ് ഷൂജ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന് വേണ്ടി കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വന്നതാണ് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ അവിടെയുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ വിശദീകരണം ആവശ്യമായി വരികയും ചെയ്യും. അതിനു മുമ്പ് ശ്രീ ടോം വടക്കൻ യഥാർത്ഥത്തിൽ താങ്കളടക്കമുള്ള ആളുകൾ വിശ്വസിക്കുന്നുണ്ടോ 2014 തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന്? സിനീഷ്, ഇത് തുടക്കം വെച്ചത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. അവരുടെ സ്പോക്സ്മാൻ നരസിംഹ റാവ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഡെമോക്രസി അറ്റ് റിസ്ക്, ക്യാൻ വി ട്രസ്റ്റ് അവർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. January 1, 2010 പബ്ലിഷായ പുസ്തകമാണ്. അത് കഴിഞ്ഞ് സുബ്രഹ്മണ്യ സ്വാമി സപ്പോർട്ട് ചെയ്തു. പോരാത്തത് LK അഡ്വാനി സപ്പോർട്ട് ചെയ്തു ഈ വ്യൂസ്. ഇത് തുടക്കം വെച്ചത് ഇവർ തന്നെയാണ്. പക്ഷെ അന്ന് വ്യത്യാസം ഇത്രയേ ഉള്ളൂ, അവർ പവറിലായിരുന്നു. ഇപ്പോൾ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളല്ല, ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് മാൽ ഫങ്ഷനിങ് ഓഫ് EVM. പക്ഷെ ആ മാൽ ഫങ്ഷനിങ്ങും റിഗിങ്ങും അത് കൊലാബറേറ്റീവ് എവിഡൻസായി അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ലണ്ടനിൽ വെച്ച് കണ്ടു. അവിടെ എവിഡൻസസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും EVMs അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ EVM അവൈലബിൾ ആവാൻ അവർ ആരോ അത് നിർത്തി എന്നൊക്കെയാണ് ഇഷ്യൂസ്. പക്ഷേ ഇതിൽ ഇഷ്യൂ ബേസിക്കലി ഇതാണ്, കപിൽ സിബൽ അവിടെ എങ്ങനെ എത്തി എന്നുള്ള ചോദ്യം. EVM മാനിപ്പുലേറ്റബിൾ ആണോ? ആണെങ്കിൽ ഇത് ഡെമോക്രസിക്ക് ഒരു ത്രെറ്റ് അല്ലേ? നമ്മുടെ വോട്ടിംഗ് മാൻഡേറ്റ്, നമ്മൾ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് നേരെ വിപരീതമായി അവതരിപ്പിക്കുന്ന ഒരു ചുറ്റുപാട് വന്നാൽ അത് ഡെമോക്രസിയെ എന്താണ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ്. ഇത് ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യമല്ലേ? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഇവർക്കൊരു വെപ്രാളമാണ്. കാരണം ഇതിൽ എന്തോ കള്ളക്കളിയുണ്ട്. മധ്യപ്രദേശിൽ നമ്മൾ കണ്ടു, ഛത്തീസ്ഗഡിലും കണ്ടു, സൂറത്തിൽ EVM മെഷീൻസ് ട്രക്ക് ലോഡ് പിടിച്ചു. അത് പിടിച്ചത് ചിലൊരു ഡംപിങ് സൈറ്റിലാണ് കിട്ടിയത്. സൂറത്ത്, ഗുജറാത്ത് ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ. അതിനുമുപരി തെലങ്കാനയിൽ നടന്ന ഇലക്ഷൻസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തർക്കം എന്താ വരുന്നത്? അത് കോൺഗ്രസ് ജയിച്ചില്ലേ? കോൺഗ്രസ് ജയിച്ചോ ഇല്ലയോ എന്നല്ല ചോദ്യം. ചോദ്യം ലെവൽ പ്ലേയിങ് ഫീൽഡിൻ്റെയാണ്. ഈ EVM ജനങ്ങളുടെ മാൻഡേറ്റ് എക്സാക്ട്ലി അവതരിപ്പിക്കുന്നുണ്ടോ? ഈ ആരംഭം ഇവിടെ തുടങ്ങിയത് ഡൽഹി ചീഫ് സെക്രട്ടറി ഇത് അന്ന് പറഞ്ഞതാണ്. ഒരു മിനിറ്റ് തരണം സനീഷ്, ഇത് 2010 വിഷയമാണ്. പറഞ്ഞു ഈ EVMs ഇത് റിഗ് ചെയ്യാൻ പറ്റും. ഒരു ജൂനിയർ പ്രോഗ്രാമറിന് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇതിന് റിഫ്യൂട്ട് ചെയ്യുന്നതിന് പകരം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇരിക്കട്ടെ. ആ ഇൻവെസ്റ്റിഗേഷൻ എക്സ്പേർട്സ്, ഇന്റർനാഷണൽ എക്സ്പേർട്സ് കൊണ്ടുവരട്ടെ. അവരിരുന്ന് തീരുമാനിക്കട്ടെ, ഒരു കൺസെൻസസ് ഇമർജ് ചെയ്യണം. ഇത് സ്വാഭാവികമായിട്ടും അന്വേഷണം അടക്കമുള്ള നടക്കണം. ഞാൻ തിരിച്ചു പറയാം ശ്രീ ടോം വടക്കൻ താങ്കളിലേക്ക്. ശ്രീ PK ബിജു, ഞങ്ങളുടെ സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് താങ്കൾ സംസാരിച്ച് വന്നപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടായത്. അത് താങ്കൾ ക്ഷമിക്കും, കാണുന്ന ആളുകളും ക്ഷമിക്കും. കാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നിടത്ത് പോലും വലിയ സാങ്കേതികമായിട്ട് എന്തും നടക്കാവുന്ന സാഹചര്യമുണ്ട് എന്ന് ചർച്ചയാകുമ്പോൾ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ആ തരത്തിൽ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. താങ്കൾ പറഞ്ഞു വന്നത് തുടരുക. ഏത് നിലക്കാണ് ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണേണ്ടത്? പ്രശ്നമുണ്ട് ശ്രീ PK ബിജു, ഞാൻ താങ്കളിലേക്ക് വരാം. പക്ഷേ ശ്രീ ടോം വടക്കൻ ഇങ്ങനെയാണ് നിങ്ങൾ EVMനെ സംശയിക്കുന്നുണ്ടെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ വല്ലാത്ത തോതിൽ തടസ്സപ്പെടുത്തുകയും ആർക്കും അവർക്ക് അനുകൂലമായ നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ ഉതകുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരാത്തത്? കോൺഗ്രസ് ഇപ്പോൾ തന്നെ സയ്യിദ് ഷൂജ ഈ നടത്തിയ വെളിപ്പെടുത്തലിന്റെ വേദിയിൽ ഉണ്ടായിരുന്ന കപിൽ സിബൽ എനിക്കൊന്നും അറിയുകയില്ല എന്ന നിലപാടാണല്ലോ സ്വീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണത്? നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ കാര്യത്തിൽ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് അതിശക്തമായ ഒരു വിഷയമായിട്ട് ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ്? സനീഷ്, ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണത്, ഇലക്ഷൻ കമ്മീഷൻ. ഞങ്ങൾ
ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷനെ സംശയിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും നിലനിൽക്കില്ല. ഇങ്ങനെ ഒരു ബ്രോഡ് ബേസ്ഡ് എലിഗേഷൻ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ മെക്കെട്ട് വെക്കുമ്പോൾ പലതും ആലോചിക്കാനുണ്ട്. സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് വേണം. ഞങ്ങളുടെ ചോദ്യം അവരെ ഡൗട്ട് ചെയ്യുന്നതല്ല. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എല്ലാ പാർട്ടികളും കൊണ്ട് ഇരുന്ന് ഈ വിഷയം ചർച്ചയിൽ വരണം. അല്ലാതെ റൂളിംഗ് പാർട്ടിയുടെ ഇൻസ്ട്രക്ഷൻ എടുത്ത് അവരുടെ പേടി കൊണ്ട് ഈ EVM ഇലക്ഷൻസും ഒക്കെ നടത്തുന്നത് അല്ല, സൗകര്യമില്ല. ബാലറ്റ് പേപ്പറിലേക്ക് തിരിക്കട്ടെ. പല രാജ്യങ്ങളിലും EVM വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ ബാലറ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കാരണം ഈ തരം മാൻഡേറ്റ്സ് വരുന്നത് അപകടം തന്നെയാണ്. ഞങ്ങൾ പലപ്പോഴും ഇതിനെപ്പറ്റി കംപ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രോഗ്രാം വെച്ചു, ഹാക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഹാക്ക് ചെയ്യാം. പക്ഷെ ആ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്സസ് വേണം. ഇത് സുവമോട്ടോ പോയി അതിനെ എങ്ങനെയാണ് ഹാക്ക് ചെയ്യേണ്ട, അതിന് എക്സ്പേർട്സ് ഉണ്ട്, സമയം പിടിക്കും. അല്ലാതെ നിങ്ങൾ EVM അവതരിപ്പിച്ച് ഞങ്ങളോട് പറയാണ്, പൊളിറ്റിക്കൽ പാർട്ടീസിനോട് പറയാണ് നിങ്ങൾ ഹാക്ക് ചെയ്ത് കാണിച്ചു തരൂ. ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പൊളിറ്റിക്കൽ പാർട്ടി സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ ടെക്നോളജി എക്സ്പേർട്സ് ഒന്നുമല്ല. എക്സ്പേർട്സ് വരും, അത് തീർച്ചയായും. പക്ഷേ ഇപ്പോൾ താങ്കൾ ഈ പറയുന്ന രാഷ്ട്രീയ ജാഗ്രത കാണിക്കുന്നില്ല എന്നതാണ് BJPയുടെ ആക്ഷേപം. അതായത് അവിടെ പുറത്തു വെച്ച് രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ള തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന ഒരു പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ലാത്ത ഒരു ആക്ഷേപം അങ്ങോട്ട് ഉന്നയിക്കുമ്പോൾ അതിനൊപ്പം പോയിരിക്കാൻ നിങ്ങളുടെ ഒരു നേതാവ് ഉണ്ടായിരിക്കുന്നു എന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ ആകെ തന്നെയും അപമാനിക്കുന്നതാണ്. അത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് ഇദ്ദേഹത്തിന് പിന്നിൽ, സയ്യിദ് ഷൂജയ്ക്ക് പിന്നിൽ. അവിടെ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയിരിക്കുന്ന അവിടുത്തെ ജേർണലിസ്റ്റ്, അദ്ദേഹം കോൺഗ്രസുമായിട്ട് വലിയ അടുപ്പം പുലർത്തുന്നയാളാണ്. അതുകൊണ്ട് ഇതാകപ്പാടെ തന്നെയും കോൺഗ്രസിന്റെ ഒരു ഡ്രാമയാണ് എന്നതാണല്ലോ അവരുടെ ആക്ഷേപം. ഇങ്ങനെ ഈ കാണിക്കുന്ന ജാഗ്രത, ഞങ്ങൾ നല്ല തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന ജാഗ്രത പുറത്ത് നാട്ടുകാരോട് മുന്നിൽ പറയുക, പക്ഷേ അകത്ത് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഡ്രാമ എന്തിനു വേണ്ടിയാണ്? സനീഷ്, ഇവരുടെ കൗണ്ടർ ഉണ്ടാവും. ഒരു മർഡറർ തീർച്ചയായും ഒരു ചാർജ് വരുമ്പോൾ പറയും ഞാൻ സെൽഫ് ഡിഫെൻസിലാണ് ചെയ്തതെന്ന്. ഇവിടെ ഇഷ്യൂ എന്താണ്? EVM ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ആണ് ഈ പ്രസ് കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തത്. അവരെ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു, ഭാരതീയ ജനതാ പാർട്ടിയെ വിളിച്ചു, എല്ലാ പാർട്ടിക്കാരെയും ഇൻവൈറ്റ് ചെയ്തു. ശ്രീ കപിൽ സിബൽ അവിടെ ഒരു പേഴ്സണൽ മാറ്ററിന് പോയതാണ് ലണ്ടനിൽ. അപ്പോൾ ഈ ഇൻവിറ്റേഷൻ വന്നപ്പോൾ പേഴ്സണൽ കപ്പാസിറ്റിയിൽ കക്ഷി പോയി. അല്ലാതെ ഇത് പറയുണ്ടായി പബ്ലിക് ഡൊമെയിനിൽ. ഇത് ഞങ്ങൾ പേഴ്സണലി ഞാൻ അതിനു വേണ്ടി പോയതല്ല, ഞാൻ വേറൊരു കേസിൻ്റെ കാര്യത്തിന് പോയതാണ്. അതിൻ്റെ കൂടെ ഞാൻ ഇത് പ്രോഗ്രാമുള്ള നിലയ്ക്കൊന്ന് പ്രാക്ടീസിങ് ഒരു സീനിയർ ലോയറാണ് സുപ്രീം കോർട്ടിൽ. അപ്പോൾ തീർച്ചയായും ഒന്ന് ശ്രദ്ധ തിരിക്കാം. ഇപ്പോൾ പ്രസ് കോൺഫറൻസുകളിൽ പോയാൽ ഈ ഗവൺമെൻറ്റിന് ഒബ്ജെക്ഷൻസ് ഉണ്ട്. ഞാൻ ഒരു തെഹൽക്കയുടെ പ്രസ് കോൺഫറൻസിൽ പോയുണ്ടായി. അത് കഴിഞ്ഞിട്ട് എന്നെ CBI ഓഫീസിൽ വിളിച്ചു. എന്താണ് ആ പ്രസ് കോൺഫറൻസിൽ പോയത്? ഇത് ഇവരുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. ആര് ഏത് പ്രസ് കോൺഫറൻസിൽ പോകുന്നു? ആർക്കും അധികാരമില്ലേ രാജ്യത്ത് ഒരു പ്രസ് കോൺഫറൻസിൽ പോവാൻ? പ്രസ് കോൺഫറൻസിൽ പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ കോൺസ്പിറസിയായി. നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യോ? ആ കക്ഷി പറയുന്നത് ഒരു മർഡർ ചാർജ് ആണ്. പോകേണ്ടതുണ്ട്, ഒരു അന്വേഷണത്തിലേക്ക് പോകുമെന്ന നിലക്ക് തന്നെയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുകയും ചെയ്തില്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ ടോം വടക്കൻ താങ്കളിലേക്ക്. ശ്രീ PK ബിജു, ശ്രീ H ഗണേഷ്, ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ PK ബിജു, താങ്കൾക്ക് കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ഞാൻ പറയുന്നത് പ്രേക്ഷകർക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പറഞ്ഞോളൂ, കേൾക്കാം. സനീഷ്, ഞാൻ പറഞ്ഞു വന്നത് ഈ സയ്യിദ് ഷൂജയുടെ വെളിപ്പെടുത്തൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത് കേവലം തള്ളിക്കളയേണ്ട ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇന്ത്യയിലെ EVM മെഷീൻ തയ്യാറാക്കുന്നതിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്ന്, അദ്ദേഹം അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ മാനേജ്മെന്റ് വിദഗ്ധനാണെന്നും ആണ് ലണ്ടനിൽ വെളിപ്പെടുത്തിയത്. അദ്ദേഹം ഇന്ത്യയിലെ EVM മെഷീൻ പ്രത്യേകമായി സംവിധാനത്തിലൂടെ ഹാക്ക് ചെയ്യാം എന്ന് അദ്ദേഹം പ്രദർശനം നടത്തുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത്
2013 മുതൽ ഈ പ്രക്രിയ ഞാൻ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 14-ൽ BJPയുടെ നേതാവിനെ കാണാൻ ഹൈദരാബാദിൽ വന്നപ്പോൾ വെടിവെപ്പുണ്ടായി, എൻ്റെ കൂടെയുള്ളവർ കൊല്ലപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. അതുപോലെ ഗോപിനാഥ് ബുഡ്ഡെ എന്ന BJPയുടെ നേതാവ് ആശയവിനിമയം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വന്നപ്പോഴാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും രാജ്യത്ത് ജനാധിപത്യപരമായി ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കപ്പെടണം എന്നാണ് CPMന്റെ നിലപാട്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു ചേർത്ത EVMനെ സംബന്ധിച്ചുള്ള പരിശോധന നടത്താൻ ഒരു പ്രത്യേക ടീമിനെ അയക്കുന്നതിൽ CPMഉം NCPയും മാത്രമേ തയ്യാറായിട്ടുള്ളൂ. മറ്റ് പല പൊളിറ്റിക്കൽ പാർട്ടീസും മാറി നിന്നു. ഞങ്ങളവിടെ അതിന് എത്തിയുന്ന സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തൊരു സമീപനം ഇതിൻ്റെ പുറത്തുനിന്ന് എന്ത് ചെയ്യാൻ കഴിയും എന്നത് മാത്രമേ നോക്കാൻ പാടുള്ളൂ, ഇതിൻ്റെ മദർ ബോർഡിലേക്ക് കടക്കാൻ പാടില്ല. അപ്പം അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ യന്ത്ര വിദഗ്ധന്മാർക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നത് അവിടെ തെളിയിക്കപ്പെടുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വളരെ പ്രധാനമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ എന്താണ് ലണ്ടനിൽ ഇത്തരം ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യം പുറത്തു പറയാൻ സന്നദ്ധമായത്? ഇത്രയും കാലം മറച്ചു വെച്ച് എന്തുകൊണ്ടാണ്? അതുപോലെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പാർട്ടികൾ ഹാക്ക് ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ സേവനം ആവശ്യപ്പെട്ടിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് മുമ്പ് അറിയാവുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആരൊക്കെയാണ്? അവരെന്താണ് രാജ്യത്തെ ബാധിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഈ പ്രശ്നം, ഈ വിഷയം ജനമധ്യത്തിൽ കൊണ്ടുവരികയും നടപടിയെടുക്കുകയും ചെയ്യാൻ തയ്യാറാകാതിരുന്നത്? അതേപോലെ അദ്ദേഹം വെളിപ്പെടുത്തിയതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പി കെ ബിജു, താങ്കൾ നമ്മൾ ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങളെല്ലാം പ്രസക്തമായതാണ്. അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, സയ്യിദ് ഷൂജയുടെ വെളിപ്പെടുത്തലുകൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാധാന്യമേറിയ ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ആരാണ് എന്നത് സംബന്ധിച്ച് ആർക്കും അറിയില്ല. ഈ ഭാരത് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതിനകത്ത് ഉദ്യോഗസ്ഥനായിരുന്നു, ജോലി ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹമെങ്കിൽ അത് അവർ നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരാൾ ഞങ്ങൾക്ക് ജോലിക്കാരനായിട്ടുണ്ടായിരുന്നില്ല എന്നവർ പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. 2010 തൊട്ട് ഒരു വിദഗ്ധ സംഘത്തെ രൂപീകരിച്ച് അതിൻ്റെ നിരീക്ഷണത്തിന് താഴെയാണ് ഈ പറയുന്ന ജോലികളെല്ലാം നടന്നത്. നമുക്കറിയാം എന്തൊക്കെ കുഴപ്പം പിടിച്ച സംവിധാനങ്ങൾക്കകത്താണെങ്കിലും തെരഞ്ഞെടുപ്പ് പോലുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിന് ഇങ്ങനെ ഒരു സാങ്കേതിക സംവിധാനം സഹായം തേടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്മേൽ അതികർക്കശമായിട്ടുള്ള ജാഗ്രത ഉണ്ടാവുകയില്ലേ, നല്ല നിരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ലേ? ഇത്രയ്ക്ക് എളുപ്പത്തിൽ, അതും ഈ പറയുന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ടൊക്കെ, അതങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം പ്രസക്തമാണ്. പക്ഷേ ഇത് വിശ്വസിക്കാനാകുന്നതാണോ? സനീഷ്, അതൊക്കെ ഇന്ത്യയിലെ അന്വേഷണ സംഘങ്ങളാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി പറയേണ്ടത്. EVM മെഷീനെ സംബന്ധിച്ച് ലോകത്ത് പല രാജ്യങ്ങളും അത് തുടക്കം കുറിച്ചെങ്കിലും 2006 UK-യും അതിന് US-ഉം 2009 ജർമ്മനിയും എല്ലാം EVM എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നാണ് ജർമ്മനിയുടെ സുപ്രീം കോടതി വിധിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്ത് പല വികസിത മുതലാളിത്ത രാജ്യങ്ങൾ പോലും അത് ഉപേക്ഷിക്കുന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തെറ്റായ രീതിയിൽ ഇതിനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ ഊറ്റക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 2014 തെരഞ്ഞെടുപ്പിൽ BJP ഇത്തരത്തിലുള്ള സൈബർ വിദഗ്ധന്മാരെ, ഹാക്കർമാരെ ഉപയോഗിച്ച് 2014 തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വിജയം കൈവരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് അതീവ ഗൗരവത്തോടെ ഇതിനെ കാണുകയും അന്വേഷിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് CPM ആവശ്യപ്പെടുന്നത്. പക്ഷേ ശ്രീ പി കെ ബിജു, അപ്പോഴും കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും ഇപ്പോൾ മായാവതിയും ചന്ദ്രബാബു നായിഡുവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നതൊഴിച്ചാൽ കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും പ്രധാനപ്പെട്ട പാർട്ടികൾക്കാർക്കും EVM വേണ്ട എന്ന കർക്കശമായുള്ള നിലപാട് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഞങ്ങൾ EVM ആവശ്യമില്ല, നമുക്ക് പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകാം എന്ന സ്റ്റാൻഡ് സ്വീകരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? സനീഷ്, ഇവിടെ കാണേണ്ടത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ പരസ്യമായിട്ടുള്ള ഒരു സംവാദത്തിന് വിളിക്കുകയും അവിടെ ഇത് നടപ്പിലാക്കി കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഇത് വിഡ്രോ ചെയ്യാൻ കഴിയൂ എന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്തു. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ, ഇതുപോലെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം തുടർന്നു പോരുന്ന ഒരു സംവിധാനം മാറ്റാൻ കഴിയില്ല. CPM ആവശ്യപ്പെട്ടത് എന്താ? ജനാധിപത്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഓരോ വ്യക്തികളും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത് അവർക്കറിയാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിന് VVPAT രസീത് സംവിധാനം ഉറപ്പാക്കണം.
ആ രസീത് കൗണ്ടർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. അങ്ങനെ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അതാണ്. ജനങ്ങൾക്ക് തങ്ങളുടെ ജനാധിപത്യ അവകാശം ശരിയായി വിനിയോഗിച്ചു എന്ന് ഉറപ്പുവരുത്താനുള്ള സാഹചര്യം രാജ്യത്ത് സൃഷ്ടിച്ചു കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവകാശമുണ്ട്. അതാണ് CPM ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഈ സമീപനത്തോട് അന്ന് ഞങ്ങൾ യോജിപ്പ് കാണിച്ചത്. അതാണ് അത്. പക്ഷേ ഇപ്പോഴും അത് എല്ലാവർക്കുമുള്ള ആവശ്യമാണത് നല്ല നിലക്ക് നടക്കണമെന്നത്. പക്ഷേ അതിനെ ശ്രീ ടോം വടക്കൻ ഇവിടെ നേരത്തെ നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംവിധാനത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ്, സാങ്കേതിക സംവിധാനങ്ങളെ ഇത്ര പ്രബലമായിട്ട് അവലംബമാക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പുകളിൽ ക്രമക്കേടുകൾ നടക്കാറുണ്ട്. പലയിടങ്ങളിലും ബൂത്ത് പിടുത്തം പോലുള്ള സംഗതികൾ ഉണ്ടാകാറില്ലേ? പലതരത്തിൽ ആളുകൾ മസിൽ പവർ കാണിച്ച് അവരവർക്ക് അനുകൂലമായ വോട്ട് കുത്തി പെട്ടിയിലേക്ക് ഇട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എത്രയോ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ആകെ തന്നെ നിർത്തിവെക്കുക, അല്ലെങ്കിൽ പേപ്പർ ബാലറ്റ് ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് പോകാൻ സാധിക്കുകയുമില്ല. നമ്മുടെ ഈ സാങ്കേതിക സംവിധാനത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പരിമിതികളുണ്ടെങ്കിൽ, അത് ആളുകൾ അവർക്ക് അനുകൂലമായിട്ട് വളച്ചൊടിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയാനുള്ള രാഷ്ട്രീയ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുക എന്നതല്ലാതെ EVM ആകെ തന്നെയും വേണ്ട, പേപ്പർ ബാലറ്റിലേക്ക് പോകണം എന്ന നിലപാട് സ്വീകരിക്കാൻ സാധിക്കുമോ? കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ള നിലപാട് EVM സംബന്ധിച്ച് എന്താണ്? അതായത് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുമ്പോഴും EVM സംബന്ധിച്ച് എന്താണ് കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ള നിലപാട്? വേണോ വേണ്ടയോ? സനീഷ്, ഇതിനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻസർ ഒന്നുമില്ല. കാരണം ഞങ്ങളുടെ പരമ്പര എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കണ്ടെം ചെയ്യില്ല. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ കൺസെൻസസ് വേണം. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് ടെക്നിക്കൽ ഡിഫക്ട്സ് കണ്ടുപിടിക്കുക. കണക്ടിവിറ്റി ഉണ്ടാവരുത്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടാവരുത്. ഒന്ന്, പ്രോഗ്രാംഡ് ഒരു ജൂനിയർ പ്രോഗ്രാമർ അവരുടെ പ്രോഗ്രാം ഫിക്സ് ചെയ്തിട്ടുള്ള ആ പരിപാടിയൊന്നും പാടില്ല. തീർച്ചയായും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന് ആക്സസ് കൊടുക്കണം. അവരുടെ എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് ഈ മെഷീൻസിനെ ഒരു ക്രോസ് സെക്ഷൻ ഒരു എക്സ്പേർട്സിനെ ഇരുത്തി. പക്ഷെ ഇതിനൊക്കെ നിങ്ങൾക്ക് ആദ്യം തീരുമാനിക്കണം, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണ്ടോ EVMൽ ഡിഫക്ട്സ് ഉണ്ട്. നിങ്ങൾ പറയുന്നു ബാലറ്റ് ഇഷ്യൂസിൽ പ്രശ്നമുണ്ട്. തീർച്ചയായും ബാലറ്റിലുണ്ട്, ആര് പറയുന്നു ഇല്ല. പക്ഷെ അതിന് കൗണ്ടർ സ്റ്റെപ്സ് എന്താണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി മെഷേഴ്സ് ടൈറ്റൻ ചെയ്യുക. ഇതൊക്കെയാണ് സിറ്റുവേഷൻ. ലോകമൊട്ടാകെ 120 ഡെമോക്രറ്റിക് രാജ്യങ്ങളുണ്ട്. അതിൽ 25 രാജ്യങ്ങളാണ് EVM ആയിട്ട് എക്സ്പെരിമെന്റ് തുടങ്ങിയത്. അതിലും ഒരു 10-15 രാജ്യങ്ങൾ അത് വിഡ്രോ ചെയ്ത് പൈലറ്റ് പ്രോജക്റ്റായി നടത്തുന്നു. കാരണം അവർക്ക് അതിൽ വിശ്വാസമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇന്റർനാഷണലി നിൽക്കുമ്പോൾ തീർച്ചയായും നോക്കേണ്ടത്, നിങ്ങൾ ആദ്യം ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓൾ പാർട്ടി കൺസൾട്ടേഷൻ പ്രോസസ് ഉണ്ട്. ആരും ഇലക്ഷൻ്റെ പ്രോസസ്സിൽ ആരും ഇന്റർഫിയറൻസ് ശ്രമിക്കുന്നത് എന്താണ്? മാൻഡേറ്റിനെ നിങ്ങൾ റിഗ് ചെയ്യാൻ നോക്കുമ്പോൾ അത് നടക്കില്ല. ഇതൊരു സീരിയസ് ആലിഗേഷനാണ് വെച്ചിരിക്കുന്നത്. 2014 ഇലക്ഷൻ റിഗ്ഡ് ആണ്. ഞങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോ അത് വേറെ പ്രശ്നം. മുണ്ടിയുടെ മർഡർ ഇഷ്യൂ, പിന്നെ അത് കർണാടകയിലെ ഒരു ജേർണലിസ്റ്റിന്റെ ഇഷ്യൂ, അത് പറയട്ടെ, RTI വഴി അന്വേഷിക്കാമല്ലോ ഇങ്ങനെ ഒരു എഴുത്ത് വന്നിട്ടുണ്ടോ ഇല്ലയോ. ഈ എംപ്ലോയി നിലപാട്, അതായത് അന്വേഷിക്കട്ടെ, ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ അങ്ങേയറ്റം ഉത്തരവാദരഹിതമായിട്ടുള്ള നിലപാടുകളല്ലേ? അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ ചർച്ച, അല്ലെങ്കിൽ രാജ്യത്താകെ തന്നെയും ചർച്ച നടക്കുന്നത്. ഇത്തരം വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ വരുന്നത്, ഏതോ ഒരാൾ വന്നിട്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ ഞാൻ ആകപ്പാടെയും ഇത് നടപ്പാക്കിയിരിക്കുന്നു, BJPക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അത് വെച്ച് നിങ്ങളിങ്ങനെ ഈ കാര്യങ്ങൾ ആക്ഷേപമായിട്ട് ഉന്നയിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം നേരത്തെ ശ്രീ PK ബിജു പറഞ്ഞതുപോലെ ഈ സംവിധാനത്തിൻ്റെ പഴുതുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് പരിശോധിക്കാനായിട്ടുള്ള ഒരു വിദഗ്ധ ആളുകളെ അങ്ങോട്ട് അയക്കാൻ, അല്ലെങ്കിൽ അത് പരിശോധിക്കാൻ, ഇതിൻ്റെ കുഴപ്പങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ മനസ്സിലാക്കൽ നടത്താനൊന്നും CPMഉം മറ്റു ചില പാർട്ടികളും തയ്യാറായതുപോലെ കോൺഗ്രസ് തയ്യാറാകുന്നുമില്ല. ഇതിൻ്റെ ഒരു ഗൂഢാലോചന അടിച്ചുവിടുക, അതിൻ്റെ ഭാഗമായിട്ട് കിട്ടാവുന്ന ലാഭങ്ങൾ ഉണ്ടെങ്കിൽ തങ്ങൾക്ക് മുതലാക്കുക, അങ്ങനെ ചെയ്യുക എന്നതല്ലാതെ. അപ്പോഴാണ് നമ്മൾ BJPക്കാർ പറയുന്ന ഇതിന് പിന്നിൽ കോൺഗ്രസ്സുകാരാണ്, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ചേർന്നാണ് ഈ സയ്യിദ് ഷൂജയെ അഴിച്ചുവിട്ടത് എന്നവർ ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് തോന്നലുണ്ടാവുക, സംശയമുണ്ടാവുക. ഞാൻ നാളെ പറയാണ്,
സനീഷ് ഞാൻ പറയട്ടെ, ഞാൻ നാളെ ഈ എലിഗേഷൻ ലെവൽ ചെയ്യാണ്. ശ്രീ മോദിയാണ് ഇതിന് പിന്നിലെ, വോട്ട് പാർലമെന്റ് ഇലക്ഷൻ റിഗ് ചെയ്യാനുള്ള ശ്രമമാണ്. ഇതൊക്കെ പറയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഡെമോക്രസിയിൽ എവിഡൻസസ് വേണം. നിങ്ങൾക്ക് ഒരു ഭാഗത്തും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിവൃത്തിയില്ല. ഞങ്ങൾ ആ പ്രസ് കോൺഫറൻസിൽ ഇൻവോൾവ് ആയി. ഞങ്ങളുടെ ഒരു ലീഡിംഗ് ലോയർ അവിടെ അറ്റൻഡ് ചെയ്തു. അത് ആണോ തെറ്റ്? ബേസിക്കലി നിങ്ങൾ എലിഗേഷൻ അന്വേഷിക്കുന്നില്ല. നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണ്? കോൺഗ്രസിന് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? കോൺഗ്രസ് മാനിപ്പുലേറ്റ് ചെയ്തോ? കോൺഗ്രസ് ആണോ ഇതിൻ്റെ പിന്നിൽ? എന്താണ് നിങ്ങൾക്ക് കോൺഗ്രസിനോട് ഇത്ര പേടി? ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ വരട്ടെ. കാരണം ഒരു റെസ്പോൺസിബിൾ പാർട്ടി അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഞങ്ങൾ പറയുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ തെറ്റാണ്, അവർ കോൺസ്പിറസിയിൽ ഇൻവോൾവ് ആണ്, ഇത് ഇലക്ഷൻ കമ്മീഷൻ മോദിജിയുടെ ഗവൺമെന്റ് പറയുന്നത് എല്ലാം കേൾക്കുന്നു, അവർ മാനിപ്പുലേറ്റ് ചെയ്ത്, അതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ വേണം. ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ ഉണ്ടാക്കുക എന്നത് വെച്ച് ലോകത്തിലാകെ തന്നെയും ഉണ്ടാകാവുന്ന നമ്മുടെ ജനാധിപത്യ പ്രക്രിയക്ക് ചീത്തപ്പേരുണ്ടാകാവുന്ന ഒരു ആരോപണത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ശരിയായ കാര്യമല്ല അത്. 2010 നിങ്ങൾ ഭരിക്കുന്ന കാലത്താണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വിദഗ്ധ സമിതിയെയും നിരീക്ഷണ സംവിധാനത്തെയും ഒക്കെ ഉണ്ടാക്കുന്നത്. 2014 ഈ പറയുന്ന കുഴപ്പങ്ങൾ നടന്നുവെന്ന് പറയുന്ന കാലത്ത് ആരാണ്? അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ സമൂല മാറ്റങ്ങൾ നടപ്പാക്കുന്ന സർക്കാരിന്, കോൺഗ്രസിന് ഇക്കാര്യത്തിൽ യാതൊരു ശേഷിയും ഉണ്ടായിരുന്നില്ല എന്ന് കൂടെ തെളിയിക്കുന്നുണ്ട് ഇത്. സനീഷ്, ഇത് തുടങ്ങി വെച്ചത് ആരാണ്? ഭാരതീയ ജനതാ പാർട്ടി. പുസ്തകങ്ങൾ എഴുതി. അവർ അന്ന് പവറിലായിരുന്നു. അപ്പോൾ അവർ റെസ്പോൺസിബിൾ, അവർ നാഷണലിസ്റ്റിക്. ഞങ്ങൾ ഈ ഒരു പ്രസ് കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്താൽ ഞങ്ങൾ ആന്റി നാഷണലായി. അതല്ലേ സനീഷിൻ്റെയും പല ചാനൽസിൻ്റെയും ഒരു വാദം. ഞങ്ങൾക്ക് പ്രസ് കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യാനുള്ള അധികാരവുമില്ല, അത് ഞങ്ങളുടെ കോൺസ്പിറസി. ഇവർക്ക് പുസ്തകം എഴുതാം EVM-നെ പറ്റി. സുബ്രഹ്മണ്യ സ്വാമിക്ക് പറയാം, അഡ്വാനിജിക്ക് പറയാം, അവിടെ പല MPസും പറയാം EVM മെഷീൻ ഇസ് നോട്ട് ഡിപ്പെൻഡബിൾ. അത് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ആന്റി നാഷണലായി. ഞങ്ങൾ ആ പ്രസ് കോൺഫറൻസിൽ പോയാൽ അത് ഞങ്ങൾ രാജ്യത്തിൻ്റെ ഡെമോക്രസിയെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ശ്രമം. ഇത് എന്ത് തർക്കമാണ്? ഇത് തർക്കമാണോ? ജനങ്ങൾ കാണുന്നുണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PK ബിജു തൃശ്ശൂരിലുണ്ട്. അദ്ദേഹത്തിന് പോകുന്ന ശ്രീ ഗണേഷ്, ഇവിടെ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും സാങ്കേതിക കാര്യങ്ങളും മനുഷ്യരുണ്ടാക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പിഴവുകളും പഴുതുകളും ഉണ്ടാവുകയും ചെയ്യും. ആ പഴുതുകളെ കുറെ കൂടെ സാങ്കേതിക ശേഷിയുള്ള ആളുകൾ തങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് പേപ്പർ ബാലറ്റ് ഉപയോഗിച്ച് നടന്ന കാലത്ത് ബൂത്ത് പിടുത്തം പോലുള്ളവ നടന്നിരുന്നു. അതുപോലെ ഈ സാങ്കേതിക സംവിധാനത്തെ മനുഷ്യരുണ്ടാക്കിയ സംവിധാനങ്ങളായതുകൊണ്ട് ചിലപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാകും. അത് ഉപയോഗിക്കാൻ ആളുകൾ ശ്രമിക്കുകയും ചെയ്യും. അതിന് നല്ല കർക്കശമായുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടായാൽ പോരെ? അങ്ങനെ നിരീക്ഷണ സംവിധാനങ്ങളും ഇതിൻ്റെ പഴുത് തീർത്ത് മുന്നോട്ട് പോകാനുള്ള ഫുൾ ടൈം സാങ്കേതിക സംവിധാനങ്ങളുടെ പര്യാപ്തതയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് EVM മുഖേന തന്നെ നടത്താവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നടത്തുന്നതല്ലേ ശരിയായ കാര്യം. അല്ലാതെ തിരിച്ചു പോവുക എന്നത് ഒരു സാങ്കേതികത നല്ല നിലക്ക് ലോകത്ത് ആധിപത്യം ഉറപ്പിച്ച ഒരു കാലത്ത് സാധിക്കുന്ന കാര്യമാണോ? ഇപ്പം അതിൽ പറയുകയാണെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ ഉപജ്ഞാതാവ് റിച്ചാർഡ് സ്റ്റോൾമാൻ പറഞ്ഞൊരു വാക്കുണ്ട്. ഇഫ് ദ ഡിവൈസ് ഈസ് സ്മാർട്ട് ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് സ്പൈയിങ് ഓൺ യു എന്ന്. അത് ചാരപ്രവർത്തി നടക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ടെക്നോളജി ആയിട്ട് ഈ മുന്നോട്ട് പോയാണ് നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് എത്തിയത്. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ലോകത്ത് എവിടെ നോക്കിയാലും ഇപ്പോൾ 2017 US സെനറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അൺഓഡിറ്റബിൾ ആയിട്ടുള്ള EVMs പറ്റില്ല എന്നുള്ള. ടെക്സാസിൽ തന്നെയുള്ള പല ഡിവൈസസും പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് പറഞ്ഞത് നിങ്ങൾ അനാവശ്യമായിട്ട് പല സ്ഥലങ്ങളിലും തൊടുന്നതുകൊണ്ടാണ് ആ മെഷീൻ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അന്ധമായിട്ട് ടെക്നോളജിയെ വിശ്വസിക്കുന്നതും ഒരു പ്രശ്നമുണ്ട്. അതിലൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഇപ്പോൾ ലോകത്തെങ്ങുമുള്ള Volkswagen കാറുകൾ നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അതിൽ ഒരു ഇലക്ട്രോണിക് യൂണിറ്റ് ഉണ്ട്. അതിപ്പോൾ വർഷങ്ങളായിട്ട് അവർ കാർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് Volkswagen എമിഷൻ സ്കാൻഡാൽ കണ്ടുപിടിക്കുന്നവരെ അവർ എമിഷനിൽ പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. കാരണം നിർത്തിയിട്ട കാറുകളിൽ പൊല്യൂഷൻ ചെക്ക് നടക്കുമ്പോൾ അതിൽ പ്രശ്നമുണ്ടെന്നേ നമുക്കറിയില്ല. ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ റണ്ണിങ്ങിൽ അത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അത് കണ്ടുപിടിച്ചത്. അത് വർഷങ്ങൾക്ക് ശേഷവും അവർ ഒരുപാട് മില്യൺ പിഴ നൽകേണ്ടി വരികയും ചെയ്തു. അതുപോലെ ഇത് ടെക്നോളജി ഉപയോഗിച്ച് EVM മെഷീൻ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഫുൾ പ്രൂഫ് ആണെന്ന് പറയാൻ പറ്റില്ല. ഉറപ്പായും ബാലറ്റ് പേപ്പറിലേക്കോ അല്ലെങ്കിൽ പൂർണ്ണമായും മെക്കാനിക്കലായിട്ടുള്ള ഒരു വോട്ടിംഗ് മെഷീനിലോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായ മാർഗം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എപ്പോഴായാലും സോഫ്റ്റ്വെയർ അത് ഫ്ലാഷ് ചെയ്യുന്ന എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അത് ഏത് രീതിയിലും ടാമ്പർ ചെയ്യാൻ പറ്റും.
അതാണ് ഏത് രീതിയിലും ടാമ്പർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ശ്രീ പി കെ ബിജു, ഇവിടെ സാങ്കേതിക സംവിധാനങ്ങൾക്ക് ആ കുറവ് എന്തായാലും ഉണ്ടാകും. അത് കൂടുതൽ സാങ്കേതികമായിട്ട് അറിവുള്ള ആളുകൾ അതിനെ തങ്ങൾക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ഒരു പ്രാഥമികമായ നിഗമനത്തിൽ വെച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് പക്ഷേ പിന്നോട്ട് നടക്കാൻ സാധിക്കുകയുമില്ല. ഇവിടെ ശ്രീ പി കെ ബിജു, ഇവിടെ ആ കാലത്ത് ഇതൊക്കെ നടപ്പാക്കുന്ന കാലത്ത് നല്ല കർക്കശമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ പിഴവ് വന്നിട്ടുണ്ട് എന്ന് കാണേണ്ടതുണ്ടാകുമോ? ഇത് ഈ സയ്യിദ് ഷൂജയുടെ ആക്ഷേപങ്ങളെ, വിമർശനങ്ങളെ നമ്മൾ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ അത് ആ കാലത്ത് ഈ സംവിധാനം നടപ്പാക്കാൻ വേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള കോൺഗ്രസ് സർക്കാരുകൾ അടക്കമുള്ള ആളുകൾ കുറ്റക്കാരായി മാറുകയില്ലേ? സനീഷ്, ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് പലതരത്തിലുള്ള കുറവുകൾ ഉണ്ടാകും എന്ന് വാദം ശരിയാണ്. പക്ഷേ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കുറവല്ലല്ലോ നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ബോധപൂർവമായി ഇലക്ട്രോണിക് മെഷീനുകളിൽ കൃത്രിമം നടത്തി ജനാധിപത്യ വോട്ടിംഗ് അട്ടിമറിക്കാൻ ഭരണകൂടം പരിശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ അതിനുവേണ്ടി ചില ആളുകളെ വാടകയ്ക്കെടുത്ത് പ്രവർത്തിച്ചിരുന്നു എന്നതാണ്. അത് ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. അത് കോൺഗ്രസ് ഈ രാജ്യത്ത് തയ്യാറാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവരധികാരത്തിലിരുന്നപ്പോഴാണ് ഇതിന് തുടക്കം കുറിച്ചത്. അത്തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ അവരത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് വെളിപ്പെടുത്തുന്നതിന് പകരം BJP അധികാരത്തിൽ വന്നപ്പോൾ തിരിച്ചു പിടിക്കാനായിട്ട് ഈ ഹാക്കർമാരെ സമീപിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ പോയി എന്നതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല, പല പൊളിറ്റിക്കൽ പാർട്ടീസും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ചെന്ന് ഇത് അവതരിപ്പിക്കുക എന്നതല്ല, മറിച്ച് അത് ഹാക്ക് ചെയ്ത് തങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കാൻ സാധിക്കുമെന്നുള്ള പരിശോധനയാണ് നടത്തിയത്. അത് ജനാധിപത്യത്തിൽ വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് രാജ്യത്ത് സ്വതന്ത്രവും സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത ഒരു പൊതു തീരുമാനമാണ് സ്വീകരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഇന്ന് ജനാധിപത്യത്തിനുണ്ടായിട്ടുള്ള ഈ പുഴുക്കുത്ത് അവസാനിപ്പിക്കാൻ സാധിക്കൂ. EVM മെഷീൻ നമ്മളെക്കാൾ ടെക്നോളജി മുന്നിൽ പോയ പല രാജ്യങ്ങളും ആ സംവിധാനം തന്നെ ഒഴിവാക്കിയതിനെ കുറിച്ചുള്ള നമുക്കറിയാം. അതുകൊണ്ട് അത് പൂർണ്ണമായും അതിനെ വിശ്വസിച്ചുകൊണ്ട് മാത്രമല്ല, അതിനെ തകർക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഇടപെടൽ നടത്തുന്ന സംവിധാനത്തെക്കുറിച്ചാണ് സയ്യിദ് ഷൂജ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ നടത്തിയത്. അങ്ങനെ ആ വ്യക്തിക്ക് വെളിപ്പെടുത്തൽ നടത്താനുള്ള അവകാശമുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി എന്താണ്? ഇതെല്ലാം സാധാരണ ലേമാന്മാരല്ല അത് കണ്ടുപിടിക്കേണ്ടത്. രാജ്യം വളരെ പ്രധാനപ്പെട്ട ഭരണ സംവിധാനമുള്ള രാജ്യമാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഭരണ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തി ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നോ, അദ്ദേഹം EVM മെഷീൻ നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കുന്ന അദ്ദേഹത്തിന്റെ പങ്കെന്താണ്? 2013 ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നോ? 2014 അദ്ദേഹം ഇവിടെ അത്ഭുതകരമായി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അതിന്റെ സാധ്യത എന്താണ്? പിന്നെ റിലയൻസ് പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര കുത്തക ഇവരെ സഹായിച്ചു എന്ന് പറയുന്നു. ആ സഹായം എത്രയാണ്? അവരുടെ പങ്കാളിത്തം ഇതിനകത്ത് എന്താണ്? ഇതെല്ലാം കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ രാജ്യത്ത് ഉയർത്തുകയാണ്. അപ്പൊ കോർപ്പറേറ്റ് മുതലാളിത്തം യഥാർത്ഥത്തിൽ രാജ്യത്തെ ജനങ്ങളുടെ ശരിയായ ജനാധിപത്യ അവകാശത്തിന്റെ വിനിയോഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നതാണ് ഇന്ന് കാണുന്നത്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ സമ്പത്ത് ഏതാണ്ട് മോദിയുടെ 4.5 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ കടം 50% വർദ്ധിച്ച് 82 ലക്ഷം കോടിയായി എന്നാണ് ധനകാര്യ വകുപ്പ് കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്യം വലിയ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ജനം വലിയ ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. വലിയ പ്രതിഷേധം കൃഷിക്കാരുടെയും രാജ്യത്തെ സാധാരണ ജനങ്ങളുടെയും ഭാഗത്ത് ഉയരുകയാണ്. യഥാർത്ഥത്തിൽ അവരുടെ ജനാധിപത്യ അവകാശം ശരിയായി വിനിയോഗിക്കാനുള്ള സാധ്യത രാജ്യത്തില്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ തടവറയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ശ്രീ ടോം വടക്കൻ ഇതിന്റെ പിഴവുകൾ തീർത്ത് മുന്നോട്ട് പോവുക എന്നത് നിങ്ങളുടെയും താല്പര്യമല്ല എന്നാണ് ശ്രീ പി കെ ബിജു പറയുന്നതിന് അർത്ഥം. അതായത് ഇതിന്റെ പിഴവുകൾ പരിഹരിക്കുക, എന്നിട്ട് ജനാധിപത്യ പ്രക്രിയയെ ജനത്തിന്റെ വികാരം പ്രതിഫലിക്കാവുന്ന, അവർക്ക് ആവശ്യമുള്ള സർക്കാരിനെ തെരഞ്ഞെടുക്കാവുന്ന ഒരു യഥാർത്ഥ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാക്കി മാറ്റുക എന്ന കാര്യത്തിൽ നിങ്ങൾക്കും താല്പര്യമില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിനർത്ഥം. നിങ്ങൾ എങ്ങനെയാണ് ഇത് തങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ പരിപാടി നടത്താനാവുക എന്ന കാര്യമാണ് നോക്കുന്നത്. അല്ലാതെ ഇതിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ പോയിട്ട് വിദഗ്ധരെ വിട്ട് ഈ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഞങ്ങളുടെ അഭിപ്രായം ഇന്നതാണ്, ഇന്ന പിഴവുകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരു മുൻകൈയെടുക്കലും നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നില്ല. വെറുതെ കാടടച്ച് വെടിവെക്കുകയാണ്. ആർക്ക് എന്ത് അഭിപ്രായം ഉണ്ടായാലും ജനങ്ങൾക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൊസിഷൻ ഈ വിഷയത്തിൽ എന്തായിരുന്നു. ഞങ്ങളുടെ സമയത്ത് ഇവർ ഒബ്ജെക്ഷൻസ് റേസ് ചെയ്തിരുന്നു, കറക്റ്റീവ് ആക്ഷൻസ് എടുത്തിരുന്നു.
ഇലക്ഷൻ കമ്മീഷൻ അന്ന് ശ്രീ ഗില്ലായിരുന്നു, അന്നും ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ തരം ഞങ്ങളതിൽ ഇടപെട്ട് ഞങ്ങളാണ് ഈ പ്രസ് കോൺഫറൻസ് ചെയ്യിപ്പിച്ച് ഞങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ഡെമോക്രാറ്റിക് ഇലക്ഷൻ വേണം, ജനങ്ങൾക്ക് അധികാരം ഉണ്ടാവണം. അതിപ്പോൾ ലെഫ്റ്റിനെ എലക്ട് ചെയ്യാനുള്ള ശ്രമമല്ല, റൈറ്റിനെ സെലക്ട് ചെയ്യാനുള്ള ഇതല്ല. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇന്നത്തെ കണ്ടീഷൻ, എക്കണോമിക് കണ്ടീഷൻസ് ആരെത്തിച്ചു, ആരൊക്കെയാണ് അതിന് പിന്നിൽ, ഇന്നത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസിനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ ആരാണ് എവിടേക്ക് എത്തിച്ചത്? ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങളുടെ കോർട്ടിലാണ്. പക്ഷെ ആ ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള EVM വേറെ എന്തൊക്കെയോ തീരുമാനിക്കുന്നേ. ആ സംശയം നീങ്ങണം. ആ സംശയം നീക്കാൻ ഇലക്ഷൻ കമ്മീഷന് മാത്രമേ പറ്റൂ. ഇന്ന് ഡൽഹി പോലീസിലെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. ഈ വ്യക്തി അപ്പോൾ പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താണ്? കോൺഗ്രസ് എന്ന പാർട്ടി പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് ഇവിടെ നിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം വരികയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി എഴുതി കൊടുക്കുന്നത് വരെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ മരണം കൊലപാതകമാണ് എന്ന് വരുന്നു. രാജ്യത്തെ നടുക്കിയ ഒരു ജേർണലിസ്റ്റിന്റെ മരണം കൊലപാതകമാണ്, അതിന് പിന്നിൽ ഇതാണെന്ന് പറയുന്നു. ഏതോ ഒരാൾ വന്ന് പറയുമ്പോഴാണല്ലോ നാട്ടുകാർ അറിയുന്നത്. കോൺഗ്രസിനെ പോലും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി മിണ്ടാതിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങ് നടക്കട്ടെ എന്ന് അലസമായിട്ട് വാദങ്ങൾ ഉന്നയിക്കുന്നത് ശരിയാണോ? എത്രക്ക് നിരുത്തരവാദപരമായുള്ള നിലപാടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കില്ലേ നാട്ടുകാർ? ശ്രീ ടോം വടക്കനിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ PK ബിജു, ഇവിടെ ഇതിന്റെ നേരത്തെ സയ്യിദ് ഷൂജയെ വിശ്വസിക്കാവുന്ന നിലപാടാണ്, അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ടൊരു മുൻവിധിക്കകത്തൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ശ്രീ PK ബിജു, ഇവിടെ സയ്യിദ് ഷൂജ ഈ പറയുന്ന ഭാരത് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഒരു ജീവനക്കാരൻ, ഒരു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാങ്കേതിക വിദഗ്ധനായിരുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഇവിടെ അദ്ദേഹം പിന്നീട് ഇക്കാലത്ത് വന്നിട്ട് ഞാൻ വലിയ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിലൂടെ നാട്ടുകാരോടും ലോകത്തോടും ആകെയായി പറയുന്നു. അതായത് ഒരു രാജ്യത്തെ, അതും ഇന്ത്യ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയിൽ ഒരു സാങ്കേതിക സംവിധാനം ഏർപ്പെടുന്നിടത്ത് ഒരു മനുഷ്യൻ ഇതൊക്കെ ചെയ്യാനാകുമായിരുന്നു. അപ്പോൾ അത് എത്രക്ക് നിസ്സാരമായിട്ടാണ് ആ കാര്യത്തെ ആ കാലത്തെ സർക്കാർ കണ്ടത് എന്നൊരു ചോദ്യം കൂടെ ഇവിടെയില്ലേ? കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെയൊരു വലിയ ചേഞ്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നു, തെരഞ്ഞെടുപ്പ് സാങ്കേതിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. അതുണ്ടാക്കാൻ നിശ്ചയിക്കപ്പെട്ട കമ്പനിക്കകത്തെ ഒരു തൊഴിലാളിക്ക് അട്ടിമറിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വരുമ്പോൾ എത്രക്ക് നിസ്സാരമായിട്ടാണ് ഇതിനെ കണ്ടത് എന്നൊരു ചോദ്യം കോൺഗ്രസിന് മുന്നിൽ കിടക്കുകയല്ലേ? യഥാർത്ഥത്തിൽ BJP ഈ ടാമ്പറിങ്ങിന് നേതൃത്വം നൽകി അവർക്ക് അനുകൂലമായിട്ടുണ്ടാക്കിയെന്നൊക്കെ പറയുമ്പോൾ തന്നെയും അതേക്കാൾ വലിയ വീഴ്ച കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി, ഈ സംവിധാനങ്ങളെ ഏർപ്പെടുത്തിയ ആളുകളുടെ ഭാഗത്തുണ്ടായി എന്നുകൂടെ കാണേണ്ടതല്ലേ? സനീഷ്, സയ്യിദ് ഷൂജ വളരെ നിസ്സാരനായ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളിപ്പോൾ കാണേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് നേരെ അമേരിക്കയിലേക്കാണ് പോയത്. അമേരിക്കൻ സൈബർ വിദഗ്ധനായ സയ്യിദ് ഷൂജ ലണ്ടനിൽ പ്രത്യക്ഷപ്പെട്ടാണ് ഈ പത്രസമ്മേളനം നടത്തിയത്. അപ്പം സയ്യിദ് ഷൂജ എന്നത് ഒരു വ്യക്തി മാത്രം ഒതുങ്ങുന്നതാണ് എന്ന് ഞാൻ ധരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പിന്നിൽ ആരൊക്കെയാണ്? ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുണ്ടോ? ലോകത്തെ ഏതെങ്കിലും സംവിധാനം ഇതിന്റെ പിന്നിലുണ്ടോ? ഇതെല്ലാം രാജ്യത്ത് അന്വേഷിച്ച് മനസ്സിലാക്കി രാജ്യത്തെ ശരിയായ വിധത്തിൽ മുന്നോട്ട് നയിക്കേണ്ടതല്ലേ? തെരഞ്ഞെടുപ്പ് പോലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടാൻ അമേരിക്കൻ ഹാക്കർ എന്ന് സ്വയം പരിചയപ്പെടുത്തി വന്ന ഒരാൾക്ക് കഴിയുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകളിൽ ഏതെങ്കിലും സത്യമുണ്ടോ എന്നതൊക്കെ ഒറ്റയടിക്ക് ഇതിനകത്ത് സത്യമില്ല എന്ന് പറഞ്ഞ് തള്ളുന്നതിന് പകരം രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണ്ടേ? കോൺഗ്രസിന് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ? കപിൽ സിബൽ എന്തുകൊണ്ടാണ് ലണ്ടനിൽ ഈ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയത്? അതോ യാദർച്ഛികമായിട്ടാണോ അദ്ദേഹം എത്തിയത്? അതെല്ലാം ഇന്ന് BJPയുടെ പ്രതികരണം നമ്മുടെ നിയമമന്ത്രി നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ് എന്നാണ്. അത് തെളിയിക്കാനുള്ള ബാധ്യത കോൺഗ്രസിനും BJPക്കും ഉണ്ടല്ലോ. ഗൂഢാലോചനയാണ് എന്ന് BJPക്ക് തെളിയിക്കണം, കോൺഗ്രസിന് അതല്ല എന്ന് തെളിയിക്കണം. അപ്പൊ ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരട് ഇപ്പൊ ഉണ്ടായിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അവർ വിനിയോഗിക്കുന്ന വോട്ടല്ല, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഗവൺമെന്റ് അല്ല ഇവിടെ വരുന്നത് എന്നത് ഒരു പുകമറിയായെങ്കിലും വന്നിരിക്കുന്നു. അതുകൊണ്ട് യാഥാർത്ഥ്യം അറിയാൻ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനും
വസ്തുതാപരമായ അത്തരം കാര്യങ്ങൾ ജനങ്ങൾ അറിയിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാജ്യത്തെ ഭരണ സംവിധാനത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതാണ് ശ്രീ ടോം വടക്കൻ, ഇവിടെ ഇങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായിരിക്കുന്ന സംവിധാനമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആരും ഒന്നും തുറന്നു പറഞ്ഞ് കർക്കശമായ നിലപാട് സ്വീകരിക്കാനൊന്നും തയ്യാറല്ലെങ്കിലും EVM വിശ്വസിക്കാവുന്നൊരു സംവിധാനമാണ് എന്ന നിലയേതായാലും മാറിയിട്ടുണ്ട്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് മാസങ്ങൾ മാത്രമേ ഉള്ളൂ, ചുരുങ്ങിയ കാലം മാത്രമേ ഉള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലയോ? കോൺഗ്രസ് എന്താണ് പറയുക? സിനേഷ്, ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് സമയമുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാം. ഇലക്ഷൻ കമ്മീഷൻ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൽ കൺസൾട്ടേഷൻ പ്രോസസ്സ് അല്ലാതെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പോലെ ഒരു പ്രശ്നവുമില്ല, ഇത് ഞങ്ങളുടെ EVM വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റണ്ടേ? ഇത് കോൺഗ്രസ് പാർട്ടിയല്ല, ഇത് ലെഫ്റ്റ് അല്ല, റൈറ്റ് അല്ല. ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ആ ഇൻറ്റഗ്രിറ്റി, EVMൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ് ക്വസ്റ്റ്യനിൽ. ആ ഇൻറ്റഗ്രിറ്റി റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. പക്ഷെ എങ്ങനെ പ്രവർത്തിക്കണു എന്നുള്ള കാര്യത്തിൽ ഒരു പുതിയൊരു ഡിബേറ്റാണ്. ആരാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ആരാണ് അവിടുത്തെ അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നത്? ഈ ഗുജറാത്ത് ഇലക്ഷൻസിൻ്റെ ഡേറ്റ് ആദ്യം BJP സ്പോക്സ്മാനാണ് അനൗൺസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചുറ്റുപാടുകൾ ഉള്ളപ്പോൾ ഒരു സ്മോക്ക് സ്ക്രീൻ സിറ്റുവേഷനാണ്. ആരാണ് ഇലക്ഷൻ കമ്മീഷനെ കൺട്രോൾ ചെയ്യുന്നത്? ഇത് ചോദ്യങ്ങളാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ചോദിക്കും, ജനങ്ങളും ചോദിക്കും. കാരണം ഇത് എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡേറ്റ്സ് ഒരു പാർട്ടി സ്പോക്സ്മാൻ അനൗൺസ് ചെയ്യുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. EVM മെഷീൻസ്, ആദ്യത്തെ റിയാക്ഷൻ എന്താ വരുന്നത്? ഡിനയൽ. ഞങ്ങളുടെ EVM മെഷീൻസ് ഒക്കെ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയല്ലല്ലോ ആറ്റിറ്റ്യൂഡ്. ഒരു ഓപ്പൺ മൈൻഡഡ് ആറ്റിറ്റ്യൂഡ് വേണം. കാരണം തെറ്റുകൾ പറ്റാം, ഇഷ്യൂസ് ഉണ്ട്, ടെക്നോളജി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂടൂത്ത് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാം. ഒരു കമ്പ്യൂട്ടർ വെച്ച് ഒരു 100 മീറ്റർ ദൂരെ ഇരുന്ന് കൗണ്ടിങ്ങിന് മുമ്പ് നിങ്ങൾ മെഷീനെ മാനിപ്പുലേറ്റ് ചെയ്യാം. പലതും ഉണ്ട്. ടെക്നോളജി ഈസ് നോ ലെവൽ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഇവിടെ പറയുണ്ടായി ഒരു ആണ്. നമുക്ക് അവസാനിപ്പിക്കാം ശ്രീ ടോം വടക്കൻ. ശ്രീ ഗണേഷ്, അവസാനമായിട്ട് ഇത് ഈ പല രാജ്യങ്ങളിലും ഈ സംവിധാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയി എന്നൊക്കെ പറയുമ്പോഴും പല രാജ്യങ്ങളിലും EVM ഉപയോഗിക്കുന്നുമുണ്ട്, തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുമുണ്ട്. സാങ്കേതിക സംവിധാനം എല്ലാ കാലത്തും ഏത് നിലക്കും തിരിച്ചടിക്കാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അത് ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കണ്ട അത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. തകരാറുകളൊക്കെ എപ്പോഴും സംഭവിക്കാം, ആളുകൾ മിസ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ എന്ന് വെച്ച് അതിൻ്റെ പഴുതുകൾ പരമാവധി കുറച്ച് മുന്നോട്ട് പോവുക എന്നല്ലാതെ സാങ്കേതിക സംവിധാനത്തെ മുഴുവൻ പിന്നോട്ടിട്ടാൽ ഈ ലോകത്തിന് തിരിച്ച് പിന്നോട്ട് പഴയ കാലത്തേക്ക് നടക്കാൻ സാധിക്കുമോ? ഇലക്ട്രോണിക് വോട്ടിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനത്തിൽ കുറച്ച് പിന്നോട്ട് നടക്കുന്നതിലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അത്രയും ഇൻറ്റഗ്രിറ്റി പ്രൂവ് ചെയ്യാനായിട്ടൊരു പ്രശ്നമുണ്ട്. സോഫ്റ്റ്വെയർ രംഗത്ത് ആ ഫ്രോഡ് തെളിയിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെ ഓഡിറ്റബിൾ ആണെങ്കിലും അതിലൊരു ചേഞ്ച് കൊണ്ടുവരാം. ഒരു ചെറിയൊരു റീസെറ്റ് ബട്ടണോ ഏത് വിധേനയായാലും അതിൽ കൊണ്ടുവരാം. ഇപ്പോൾ VVPAT സംവിധാനം പറഞ്ഞാലും അതിൽ വന്നേക്കുന്നതും ഒരു തെർമൽ പ്രിൻ്ററാണ്. അതിപ്പോൾ നമ്മുടെ ബസ്സിലെ ടിക്കറ്റിംഗ് മെഷീൻ പോലെയോ അല്ലെങ്കിൽ ATM നിന്ന് കിട്ടുന്ന പേപ്പർ പോലെയോ ആണ്. 10 ദിവസം വെച്ചിരുന്നാൽ അതിലെ കളർ മാറ്റാം. അപ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്കതിനെ സാങ്കേതികവിദ്യ കൂടുമ്പോൾ അതിൽ കാണിക്കാവുന്ന ഫ്രോഡുകളുടെ രീതിയും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് പൂർണ്ണമായി വിശ്വസിക്കാൻ ഒരിക്കലും പറ്റില്ല. നമ്മൾ പേപ്പർ ബാലറ്റിലേക്ക് പോകണമെന്നാണോ നിങ്ങളെപ്പോലുള്ള ആളുകൾ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുക? ഇലക്ഷൻ്റെ കേസിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസിൽ കൺസേൺ ചെയ്ത് നോക്കുമ്പോൾ ഒന്നിൽ പേപ്പർ ബാലറ്റ് അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ ഒരു മെക്കാനിക്കൽ ഡിവൈസ്, സോഫ്റ്റ്വെയർ പാടെ ഒഴിവാക്കി ഒരു മെക്കാനിക്കൽ ഡിവൈസിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം. വളരെ വളരെ നന്ദി ശ്രീ ഗണേഷ്, ശ്രീ PK ബിജു, ശ്രീ ടോം വടക്കൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. 2014 EVM തിരിമറി നടന്നുവെന്ന ആരോപണം വിശ്വസനീയമോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം പ്രേക്ഷകരോടുള്ളത്. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 73% അത് വിശ്വസിക്കുകയാണ്. 2014 തെരഞ്ഞെടുപ്പിൽ ഈ EVM മെഷീൻ തകരാറ്, ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 73% പറയുന്നത്. 27% മാത്രമേ മറിച്ചൊരു അഭിപ്രായമുള്ളൂ. പക്ഷേ അപ്പോഴും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഖണ്ഡിതമായുള്ള അഭിപ്രായം പറയാൻ കോൺഗ്രസും BJPയും
മറ്റ് രാഷ്ട്രീയ പാർട്ടികളും CPM അടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഇത് വേണ്ട എന്ന നിലപാടിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. സാങ്കേതിക സംവിധാനത്തെ ഉപയോഗിക്കാൻ തീരുമാനമെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അധാർമികതയിലാണ് പ്രശ്നം എന്നതാണ് ഒരുപക്ഷെ ചർച്ച ഇപ്പോഴും നിൽക്കുന്നത്. സ്വാഭാവികമായും വരുന്ന തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കൂടെ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് ഇത് കാരണമാകും. വലിയ ആക്ഷേപ ശരങ്ങൾക്കും വിമർശനങ്ങൾക്കും അടക്കം കാരണമാകും. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷവും അത് തുടർന്നേക്കാം. അതുകൊണ്ട് തുടരാവുന്ന ചർച്ചയാണിത്. വളരെ നന്ദി. അതിഥികൾക്ക് ഒരിക്കൽ കൂടെ പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.